എന്നത്തെയും പോലെ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ വീട്ടിലേക്ക് നടന്നു തുടങ്ങി. കൂരിരുട്ടാണ്. കയ്യിൽ ചൂട്ട് കത്തിച്ചു പിടിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് തെക്കൻ കാറ്റ് വീശി തുടങ്ങി. കടവാവൽ ഇലകളിളക്കി പറന്നു നടപ്പുണ്ട്. വീട്ടിലെ പുറത്തെ ലൈറ്റ് മാത്രം തെളിഞ്ഞു കിടപ്പുണ്ട്. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. മുറ്റത്തെ ഉണക്കാനിട്ട തുണി അതേപടി അവിടെ കിടക്കുന്നുണ്ട്. നാശം, ഇതൊന്നും എടുത്തു വെക്കാതെ ഇവരിവിടെ തിന്നും കുടിച്ചു വിരിക്കാണോ? അവൻ അമർഷം കൊണ്ട് പുലമ്പി. മെല്ലെ വാതിൽ തുറന്ന് അകത്തു കയറി. മുഴുവൻ ഇരുട്ടാണ്. പെട്ടെന്ന് അവന് ഇന്നലത്തെ സംഭവം ഓർമ്മ വന്നു. അവൻ ഇന്നലെ മദ്യപിച്ചാണ് വീട്ടിലെത്തിയത്. വിളമ്പി വെച്ച ചോറെടുത്ത് അവന് വേണ്ടി ഉറങ്ങാതെ കാത്തിരുന്ന അമ്മയുടെ മുഖത്തേക്കാണ് എറിഞ്ഞത്. ഒരക്ഷരം പോലും മിണ്ടാതെ അവർ തോളിൽ കിടന്ന് തോർത്തെടുത്ത് മുഖം തുടച്ച് നിലത്ത് വീണ് കിടന്ന ചോറ് ഓരോന്നും പെറുക്കി പാത്രത്തിലിട്ട് അടുക്കളയിലേക്ക് പോകുന്നത് അവൻ നോക്കി നിന്നിരുന്നു. രാവിലെ അവർ എണീക്കും മുന്നേ അവൻ വീട് വിട്ടിറങ്ങിയതാണ്. ഇവരിതെവിടെ പോയി? കണ്ട വീടെല്ലാം തെണ്ടി നടക്കും. ദേഷ്യത്തിൽ അവൻ അടുക്കളയിലേക്ക് നടന്നു. പക്ഷേ അവിടെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ശേ, വിശന്നിട്ട് വയ്യ, നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? ദേഷ്യത്തോടെ അവൻ അലറി. അവൻ അമ്മയുടെ മുറിയുടെ പടിക്കലെത്തി. അവർ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളോടല്ലേ ഞാൻ ഈ ചോദിക്കുന്നത്? നിങ്ങളുടെ ചെവി അടിച്ചു പോയോ? അവൻ ദേഷ്യത്തോടെ പോയി അവരുടെ തോളിൽ തട്ടി. നിങ്ങൾ ഇന്ന് എണീറ്റിട്ടില്ലേ? അവർ അനക്കമില്ലാതെ കിടപ്പാണ്. ആ ചോദ്യം ചോദിച്ചു തീർന്നതും അവൻ്റെ ശബ്ദം മെല്ലെ താഴ്ന്നു. നെഞ്ചിൽ ഒരു ആന്തൽ വന്നു. അമ്മേ, അവൻ നടുക്കത്തോടെ വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ആ വിളി വിളിക്കുന്നത്. പക്ഷേ അവർ കണ്ണു തുറന്നില്ല. അത് ഒരിക്കലും ഉണരാൻ കഴിയാത്ത ഒരു ഉറക്കമായിരുന്നു. അവൻ അമ്മയുടെ മുഖമെടുത്ത് മടിയിൽ വെച്ച് അലറിക്കരഞ്ഞു. തനിക്ക് വേണ്ടി പാതിരാത്രി വരെ ഉറങ്ങാതെ കാത്തിരിക്കുന്നവൾ, വയ്യാതായിട്ടും തനിക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കാത്തിരിക്കുന്നവൾ. ഈ ലോകത്ത് താൻ മാത്രമുള്ള അവർ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. താൻ ഒരിക്കലും അവർ തന്ന സ്നേഹത്തിൻ്റെ പകുതി പോലും തിരികെ കൊടുത്തില്ല. അവൻ അലറിക്കരഞ്ഞു.